ഈ തൗഹീദും അതല്ലെങ്കിൽ ഇതുപോലെയുള്ള സാധനങ്ങളും ആശയങ്ങളും നിങ്ങളുടെ ഉള്ളിൽ നിന്നെടുത്ത ഒരുപാട് വാദങ്ങളും സ്ഥാപിക്കാൻ വേണ്ടി പ്രസംഗിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് നിങ്ങൾ വായിക്കുമ്പോൾ ശരിയായി വായിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ അപ്പൊ ഞാൻ മനസ്സിലാക്കി, ഇനി അടുത്ത മാതൃപ്രായത്തിൽ ഒരു മാസം ഉണ്ടല്ലോ, അന്നത്തേക്കാവുമ്പോഴേക്ക് മൗലവി ഏതെങ്കിലും മൗലവിമാരടുത്ത് പോയിട്ട് ഇനി വായിക്കാനുള്ള ഇബാറത്തുകള് സ്വന്തം അവരുടെ മുന്നിൽ നിന്ന് വായിച്ച് പഠിച്ച് ശരിയാക്കി വരും എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചിരുന്നു. പക്ഷേ എന്റെ ആ ധാരണ തെറ്റിച്ചുകൊണ്ട് എന്റെ പ്രിയ സുഹൃത്ത്, അതായത് മുജിത്തഹിദുകളായ ഇവർ, മുജിത്തഹിദല്ല നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ, ഇവരെ ഖുർആനും ഹദീസും സ്വന്തം മനസ്സിലാക്കുന്ന ആളുകളാ. അങ്ങനത്തെ മൗലവി ആദ്യം ഒരു തെറ്റല്ല ഒരു പാട് തെറ്റ് വായിച്ച്. അപ്പൊ നിങ്ങൾ വിചാരിച്ചു ഞാൻ പറഞ്ഞു പോകുകയല്ല, ഞാൻ ഇതെങ്ങനെയല്ല പറയുന്നത്, സ്വന്തം കാസറ്റ് പറയല്ല, നിങ്ങളൊക്കെ മുന്നിൽ നിന്നാണല്ലോ പറയുന്നത്. ഈ പറഞ്ഞ സംഗതി ഇല്ലേ ഓരോന്നോരോന്ന് ഞാൻ പറഞ്ഞുതരാം, ഇല്ലെങ്കിൽ ഇവിടെ കാസറ്റ് ഉണ്ടാവുമല്ലോ. എന്താ ഫസ്റ്റ് തന്നെ പറഞ്ഞത്, മൂപ്പരിങ്ങനെ ഓതുക, ഇദസ്തഅദനത് ഇംറഅതു അഹദുക്കും ഇലൽ മസ്ജിദി ഫലാ യംനഅഹാ. സുബ്ഹാനല്ലാഹ്, എന്താ ഇതിന്റെ അർത്ഥം? ഒരു ഫീലിന് രണ്ട് ഫായിൽ ഉണ്ടാവോ? ഒരു ഫീലിന് അങ്ങനെ രണ്ട് ഫായില്? അതെല്ലാം ഫായിലിന് മുലാഫിലേക്ക് എവിടെ, മുലാഫിലേക്ക് റഫുണ്ടാവോ? അത് ഇവർക്ക് ചിലപ്പോ ഒരു ഫീലിന് രണ്ട് ഫായിൽ ഉണ്ടാവുക ചിലപ്പോ ബലത് മനസ്സിലാക്കുന്നറിയോ? ഒരു പ്രവൃത്തി രണ്ടാൾക്കാർ ചെയ്യുക, ചിലപ്പോ അത് പറയാം. ആ ഒരു പ്രവൃത്തി രണ്ടാൾക്കാർ, ആ പരിപാടി നടക്കൂല. അഹദു എന്നല്ല വായിക്കണ്ട. ഇനി എവിടെങ്കിലും വാദപ്രകാരത്തിനോ പ്രസംഗത്തിനോ പോകുമ്പോ എന്ത് വായിക്കുക? അഹദിക്കും. കാരണം മുലാഫിലെയാണ്, ജറാണ്. ഞങ്ങളെ പോലത്തെ ആളുകൾ വായിച്ചു പോയാൽ തെറ്റ് എന്തെങ്കിലും വലിയ പോകുന്ന ആളുകളല്ലേ. നിങ്ങൾ അതുപോലെയല്ല. അതുകൊണ്ട് അതൊന്ന് തിരുത്തണം, ഒന്ന് മാത്രം. ഇനി അടുത്തുണ്ടോ എന്ന് ചോദിച്ചുമ്പോ അടുത്ത് ഞാൻ പറഞ്ഞുതരാം. അടുത്തതിന് അപ്പൊ ഇനി നമ്മളെ സാക്ഷാൽ സുല്ലമി തെറ്റിക്കണമെന്ന് പറഞ്ഞു കൊടുക്കും, നമുക്ക് അവസാനിപ്പിക്കണല്ലോ. തന്നെ പറഞ്ഞെന്ത്, നമ്മളൊക്കെ പള്ളി നടക്കല്ലേ. പറഞ്ഞപ്പോ തന്നെ പറഞ്ഞെന്ത്, ഞങ്ങള് നിങ്ങളെ പോലത്തെ ആളുകളെ, നിങ്ങൾ വലിയ വലിയ നേതാക്കന്മാരാണ്, ഒരു കുട്ടിന്റെ അടുത്ത് തെറ്റ് പറ്റിയെന്ന് മൂപ്പര് പറഞ്ഞു, സമ്മതിച്ചു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾ എന്തല്ല കേരളത്തിൽ മറുപക്ഷം പോലും സമ്മതിക്കുന്ന ഹദീസ് പണ്ഡിതന്മാരില്ല. പക്ഷേ ഈ ആദർശ വൈകല്യങ്ങൾ എന്ന് പറഞ്ഞ ബുക്കേണ്ടില്ല നിങ്ങള്. എന്റെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം, ഇത് എഴുതിയ വ്യക്തി ഈ നിൽക്കുന്ന മൗലവി ആര്? ആ മൗലവിയെ പറിച്ച് ഈ പുസ്തകത്തിൽ പറഞ്ഞത് എന്താ? ഞാൻ കളവ് പറയല്ല. എന്റെ സ്വന്തം സ്റ്റേജിൽ മേൽ സുന്നികൾ പറഞ്ഞ മാതിരി അല്ലെങ്കിൽ മുജാഹിദ് പറഞ്ഞ മാതിരി സ്വന്തം സ്റ്റേജിൽ പ്രസംഗിക്കുകയല്ല, നിങ്ങളെ മുന്നാണ് പറയുന്നത്. തെറ്റ് ആ മൗലവിന്റെ ഒരു തെറ്റ് പറഞ്ഞുതരാം. ഞാൻ പറയണ്ട വിചാരിച്ചാൽ ആ സാധുവിനെ വെറുതെ വിടാം. കാരണം എന്താ അറിയോ, അതൊരു നല്ല മനുഷ്യനാണെന്നാ ഞാൻ മനസ്സിലാക്കണം. ആ പാവത്തിന് ഇടങ്ങാറാക്കണ വയസ്സ് കാലത്ത് വിചാരിച്ചാണ്ടാണ് അതിനിടങ്ങാറാക്കാത്തത്. അതായത് അയാളെ പറ്റി പറഞ്ഞെന്താ അറിയോ, കേരള ജമിയത്തുൽ ഉലമ പ്രവർത്തക സമിതി അംഗമായിരുന്നു ഇദ്ദേഹം. ഈ മൗലവി, അതായത് അബ്ദുസ്സലാം സുല്ലമി എടവണ്ണ എന്ന് പറയുന്ന മൗലവി, അദ്ദേഹത്തിന്റെ ഫോട്ടോ ഉണ്ട് ഇവിടെ. ആ പുസ്തകത്തിലാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത്. എന്നിട്ട് പറയാണ്, ഇപ്പോൾ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്, എതിരാളികൾ പോലും അംഗീകരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതൻ. ആ ഹദീസ് പണ്ഡിതൻ ഇവിടുന്ന് ഖുർആൻ ഓതി ഇസ്തിഹാസ ശിർക്കാക്കാൻ വേണ്ടി ഇതാ മസ്സൻ നാസു എന്നോതി കേസറ്റില്ലേ. വൈദാ മസ്സൻ നാസു ദുർറുൻ ഔ റബ്ബഹും മുനീബീന ഇലൈഹി. വൈദാ മസ്സൻ നാസു ദുർറുൻ ഔ റബ്ബഹും മുനീബീന ഇലൈഹി. ഇതാ മസ്സൻ നാസു കേട്ടില്ലേ? ആ കേസറ്റ് ഒന്ന് കേട്ടോ നിങ്ങള്. മസ്സൻ നാസു മഫൂലല്ലേ? അപ്പൊ മൂപ്പർ പറയാം ഫായിലും മഫൂലും തിരിയാൻ ഞാൻ കുട്ടികൾ വിടുവോ? എന്നിട്ട് ഇവര് രണ്ടാം കാസറ്റ് ഇറക്കിയില്ല. മടവൂരികളെ, ഞങ്ങൾ നടത്തിയ ഏതെങ്കിലും സംവാദത്തിന്റെ കാസറ്റ് ഇറക്കാത്തുണ്ടോ? കൊണ്ടോട്ടി സംവാദത്തിന്റെ രണ്ടാം ഭാഗം ഇന്നും മർക്കസുദ്ദാവി പോയി ചോദിച്ചു നോക്കിയും കിട്ടൂല. കാരണം എന്താ, ഈ പിടിച്ചലും വലിച്ചലും കയ്യിലുണ്ട്. അത് കട്ട് ചെയ്ത ഖുറാഫിയോട് വിടുവോ? എന്നിട്ട് പറയാ പള്ളി എന്തി നടക്ക ഒന്നും പഠിച്ചൂല. ഞങ്ങൾക്കൊക്കെ തെറ്റുപറ്റിയാ ചെയ്യലുണ്ട് കേൾക്കാം. ഏഷ്യയിലെ മുഹദ്ദീസിനെ അപ്പൊ തെറ്റുപറ്റിയത് മനസ്സിലായില്ലേ? എന്നിട്ടോ ഏത് ചെറിയ തെറ്റ്, വൈദാ മസ്സൻ നാസൂദാ ഓതി, വൈദാ മസ്സൻ നാസാന്ന് ഓതണ്ടോടത്ത് കണ്ടോ?
അപ്പൊ സുഹൃത്തുക്കളെ, ഇതൊന്നും ഞങ്ങൾ പറയാൻ വിചാരിച്ചാൽ ഏതായാലും മടവൂരികൾ ഇതൊക്കെ പറയാൻ സൗകര്യം ചെയ്തെന്നതിൽ അവരോട് നന്ദിയുണ്ട്. കടവത്തൂരിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും മടവൂരിസത്തെന്ന് തോലൊളിച്ച് കാണിച്ചു കൊടുക്കാൻ അവസരം തന്നതിന് ഇതിന്റെ സംഘാടകർക്ക് ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദി പറയാണ്. ഇനി ഇങ്ങനത്തെ അവസരങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി തരണം. നിങ്ങളെ സുല്ലമിയും എമ്മയും ഒക്കെ വരട്ടെ. കടവത്തൂർക്കാർക്ക് ഇൻഷാ അല്ലാഹ് വിഷയങ്ങളൊക്കെ നമുക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കാം. എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ആളുകൾ മനസ്സിലാക്കട്ടെ. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തിന്റെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, നബിയെ പറയുക, പുലരിയുടെ രക്ഷിതാവിനോട് ഞാൻ അഭയം ചോദിക്കുന്നു. മിൻ ശർരി മാ ഖലഖ്, അവൻ സൃഷ്ടിച്ച എല്ലാത്തിന്റെയും കെടുതിയിൽ നിന്ന്. വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, രാത്രി ഇരുൾ മൂടുമ്പോൾ അതിന്റെ കെടുതിയിൽ നിന്നും. വമിൻ ശർരി നഫാഥാതി ഫിൽ ഉഖദ്, കെട്ടുകളിൽ മന്ത്രിച്ചൂതുന്നവരുടെ കെടുതിയിൽ നിന്നും. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയക്കാരന്റെ അസൂയ കാണിച്ചാൽ അവന്റെ കെടുതിയിൽ നിന്നും. ഈ സൂറത്തുകളൊക്കെ നമ്മൾ കൃത്യമായി ഓതുകയും പഠിക്കുകയും വേണം. സുഹൃത്തുക്കളെ, നമ്മുടെ പരലോകവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നമുക്ക് വ്യക്തമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തേണ്ട വിഷയങ്ങളാണ് ഈ ജിന്നും ശൈത്താനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഇതിനെ ദുർവ്യാഖ്യാനങ്ങൾ കൊണ്ടും യുക്തിവാദങ്ങൾ കൊണ്ടും മറിച്ചിടാൻ ശ്രമിക്കുന്നവരെ തനിനിറം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവിധ വിമർശനങ്ങളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങൾ ഈ പരിപാടിയുടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. അറിവില്ല നമ്മളിൽ വന്നുപോട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അവൻ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഞാൻ എന്തെങ്കിലും വാക്കിലോ പ്രയോഗത്തിലോ വല്ല വിഷമവും ആർക്കെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതെന്റെ ദൗർബല്യമായി കണ്ട് ക്ഷമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വ്യക്തികളോട് ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല, ആശയത്തോടും ആദർശങ്ങളോടുമാണ് ഞങ്ങൾക്കുള്ള വിരോധം. അതുകൊണ്ട് വല്ല തെറ്റുകളും ഉണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വാക്കുകൾ ശ്രദ്ധിച്ച എല്ലാവർക്കും എന്റെ വക പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെവരെയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ പരിപാടി ഇവിടെ ഭംഗിയായി കലാശിക്കുകയാണ്. ഏതായിരുന്നാലും കുറെ വിഷയങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഈ അവസരം ഉപകരിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു അലാ നബിയ്യിനൽ മുസ്തഫ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.